நம்ம கட்சி SDP தான், மக்கள் நலனில் என்றும் உள்ள கட்சிதான். नाम क्या है आपका? கேரளாவிலிருந்து கடைசியாகத்தான் அனுப்ப முடியும். அப்படி ஒரு அரசியல் தடை கேரளாவில் இருக்கிறது என்று சொல்லி காட்டினார்களா? കണക്ക് പറഞ്ഞാൽ 130 കോടി ജനത ഇന്ത്യയിലുണ്ടെങ്കിൽ 120 കോടി ജനതയുടെയും അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയാത്ത 3/4 നൂറ്റാണ്ടിന്റെ രാഷ്ട്രീയ അധികാരത്തെയാണ് സംഘടിപ്പിച്ചതും വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതും. അതായത് നമ്മുടെ പ്രതിസന്ധി. സംസ്ഥാന അധ്യക്ഷൻ അഷ്റഫ് മൗലവി കഴിഞ്ഞ ഫെബ്രുവരി 14 തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മാർച്ച് 1 തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ജനമുന്നേറ്റ യാത്രയുടെ ഭാഗമായി SDP ആലപ്പുഴ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന വാഹന പ്രചരണ ജാഥയാണ് ഇന്ന് ഇവിടെ ഈ പൊന്നാറിൽ നിന്ന് സമാരംഭം കുറിക്കുന്നു. പല പല നിയമങ്ങൾ കൊണ്ടുവന്നു നാട്ടിൽ, പലരെന്ന് വരിയായി നിരയായി റോട്ടിൽ, പടച്ചോന ഇടങ്ങാറിൻ കൊടി കുത്തി വീട്ടിൽ. പല പല നിയമങ്ങൾ കൊണ്ടുവന്നു നാട്ടിൽ, പലരെന്ന് വരിയായി നിരയായി റോട്ടിൽ, പടച്ചോന ഇടങ്ങാറിൻ കൊടി കുത്തി വീട്ടിൽ. നേരിന്റെ പാതയാണ് SDP-യിൽ, നേരിടാൻ ചങ്കൂറ്റമുള്ളവർ എതിർത്ത് മുന്നിൽ. പണ്ട് പറഞ്ഞില്ലേ മോനെ കളി വേണ്ട, പന്ത് കളിച്ചുള്ള പ്രായം തൊട്ട പാർട്ടിതാ. പറഞ്ഞാലും പോരീശ തീരൂല, ഇന്ന് പാവനമായൊരു പാലൊളിയാ. അടിമുടി വിറപ്പിച്ച പാർട്ടിയിതാ, ആരും പറഞ്ഞാലും ഞാനിന്ന് മുന്നിലിതാ. കാലവും മാറി മോനെ കോലം മാറി, ഇന്ന് SDP-യായി തന്നെ നെഞ്ചിൽ ഉശിരായി. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കുക, ജാതി സെൻസസ് നടപ്പിലാക്കുക, പൗരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക, ഫെഡറലിസം കാത്തു സൂക്ഷിക്കുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക, കർഷകദ്രോഹ നിയമങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ നീതിക്കു വേണ്ടി പൊരുതാൻ, നാടിനെ രക്ഷിച്ചെടുക്കാൻ ഒരുമിച്ചു ചേരാം, ഒന്നിച്ചു നിൽക്കാം, ഉഷിരോടെ അടിവെച്ചു നീങ്ങാം. SDP-ഐ മുന്നിലായി നടന്ന് എരിയും മനസ്സിനോടൊട്ടി നിന്ന്, നമ്മൾക്കു വേണ്ടി നാളേക്കു വേണ്ടി ഒരു കൊടുങ്കാറ്റായി വരുന്നേ. വർഗീയ ഫാസിസ ഭരണകൂടം കാട്ടും അനീതിക്കറുതി വേണം. ജീവൻ വെടിഞ്ഞും കണ്ണീരുവാർത്തും നമ്മൾ ഭയക്കുന്നതാരേ? വർഗീയ ഫാസിസ ഭരണകൂടം കാട്ടും അനീതിക്കറുതി വേണം. ജീവൻ വെടിഞ്ഞും കണ്ണീരുവാർത്തും നമ്മൾ ഭയക്കുന്നതാരേ? നീതിക്കു വേണ്ടി പൊരുതാ, നാടിനെ രക്ഷിച്ചെടുക്കാം. ഭരണഘടന നടപ്പിലാക്കുന്ന അധികാര ശക്തിയായി മാറുക എന്ന ഒരു ഉത്തരവാദിത്വമാണ് ഏറ്റെടുക്കേണ്ടത്. ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് കടന്നു ചെന്നിട്ടും ഒരു കാര്യവുമില്ല. എങ്ങനെ സാധ്യമാകും? കാരണം വാഗനാറുള്ള ഒരു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഒരൊറ്റ നേതാക്കൾക്കും വർത്തമാന കേരളത്തിലും ഇന്ത്യയിലും കഴിയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മറുഭാഗത്ത് ഇവിടെ വിമോചിപ്പിക്കുവാൻ ചെങ്കടിയുമായി RSSനെതിരെ തെരുവിലുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുമ്പോ 2024 ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരം ഇന്ത്യ രാജ്യം അപ്രഖ്യാപിതമായ രാമരാജ്യമായി പരിവർത്തനപ്പെടുമ്പോഴും ഇന്ത്യ RSS ഇന്ത്യയിലെ ഫാഷിസമാണോ എന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, അന്തിമമായ ഒരു യാത്രയാണിത്. ഈ യാത്രയിലാണ് നിങ്ങൾ കൂടെ ചേരേണ്ടുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാഴ്ചകൾ കാണാനുണ്ടാകും, ഇവിടെ നിങ്ങൾക്ക് പ്രതികരിക്കാനുണ്ടാകും, ഇവിടെ നിങ്ങൾക്ക് ശബ്ദിക്കാനുണ്ടാകും. മർദ്ദിത പീഡിത ന്യൂനപക്ഷങ്ങളെ മർദ്ദിച്ചൊതുക്കുന്ന കാഴ്ച മനസ്സിൽ പതിഞ്ഞിട്ടും മാറി നിൽക്കുന്നോരെ ചാരത്തുമെത്തിടും തീർച്ച. കളിയല്ല
കേൾക്കണം, കാര്യം പഠിക്കണം, കൈകളി കൊടിയേന്തി നീങ്ങാം. STPI നൽകും ഊർജവും ആർജവും നെഞ്ചേറ്റി നമ്മൾക്കു നീങ്ങാം. ഇന്ത്യ തൻ മണ്ണിലോ ഏവർക്കും ഒരുപോലെ ജീവിക്കുവാൻ കഴിയണം. ഒന്നിച്ചു ചേർന്നിടൂ, മുന്നിൽ ഗമിച്ചിടൂ ധർമ്മ സമരത്തിനായി. വർഗീയ ഫാസിസ ഭരണകൂടം കാട്ടും അനീതിക്കറുതി വേണം. ജീവൻ വെടിഞ്ഞും കണ്ണീരുവാർത്തും നമ്മൾ ഭയക്കുന്നതാരേ. വർഗീയ ഫാസിസ ഭരണകൂടം കാട്ടും അനീതിക്കറുതി വേണം. ജീവൻ വെടിഞ്ഞും കണ്ണീരുവാർത്തും നമ്മൾ ഭയക്കുന്നതാരേ.